സമ്പത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രണ്ട് ചോദ്യം സമ്പത്തിനെ പറ്റിയുള്ളത്. ഒരു ചോദ്യമല്ല പരലോകത്ത്, രണ്ട് ചോദ്യം. ഒന്നെന്താ വെച്ചാൽ എങ്ങനെ സമ്പാദിച്ചു എന്നുള്ളത്, രണ്ട് എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത്. ഈ രണ്ടിനും ഉത്തരം പറയാതെ പരലോകത്ത് മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. ഇമാം അൽ ബുഖാരി റഹിമഹുള്ളയുടെ പ്രശസ്തമായ ഹദീസ് ഗ്രന്ഥം അൽ അദബുൽ മുഫ്രദ് എന്ന കിതാബിലെ സഹീഹായ ഹദീസുകളാണ് നാം വായിക്കുന്നതും മനസ്സിലാക്കുന്നതും. കഴിഞ്ഞ ദിവസത്തിൽ നാം പറഞ്ഞുകൊണ്ടിരുന്ന ബാബ് ഹുസ്നുൽ ഖുൽഖുമായി ബന്ധപ്പെട്ടതാണ്. സൽസ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ഉൾക്കൊള്ളുന്ന ബാബാണ് നാം ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബാബിൽ അടുത്ത ഹദീസ് عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, തദ്റൂന മാ അക്സറു മാ യുദ്ഖിലു النار. നിങ്ങൾക്ക് അറിയുമോ എന്താണ് അധിക പേരെയും നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണ് എന്നറിയുമോ എന്ന് ചോദിച്ചു. ഖാലു, അപ്പോൾ സഹാബികൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം. അല്ലാഹുവും അവന്റെ റസൂലുമാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. അത് സഹാബികളുടെ അദബാണ്. ഒരു കാര്യം ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ല എങ്കിൽ അവർ പറയാറുള്ള മറുപടി അല്ലാഹു വറസൂലുഹു അഅലം എന്നാണ്. ഇന്ന് നമ്മോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ച് നമുക്ക് അറിയില്ല എങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത്? അല്ലാഹു അഅലം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അൽ അജ്വഫാനി. രണ്ട് അജ്വഫുകളാണെന്ന് പറഞ്ഞു. അജ്വഫ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കൊള്ളയായിട്ടുള്ള കാര്യങ്ങൾക്കാണ് അജ്വഫ് പറയുന്നത്. ജൗഫ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ള് എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കാര്യങ്ങളും നടുവിലുള്ളത് ഉള്ളിൽ കൊള്ളയായിട്ടുള്ളത് എന്നാണ് അതിന്റെ ആശയം. അങ്ങനെയുള്ള രണ്ടെണ്ണമാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അൽ ഫർജു വൽ ഫമു. ഗുഹ്യസ്ഥാനവും അതുപോലെ തന്നെ വായുവുമാണ് എന്ന് പറഞ്ഞു. ഗുഹ്യസ്ഥാനവും വായുവുമാണ് എന്ന് പറഞ്ഞു. വമാ അക്സറു മാ യുദ്ഖിലുൽ ജന്ന. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അധിക ആളുകളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് അറിയുമോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വല്ലാഹ് വഹുസ്നുൽ ഖുലുഖ്. അല്ലാഹുവിലുള്ള തഖ്വ, അല്ലാഹുവിനെ സൂക്ഷിക്കലും അതുപോലെ സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞു. രണ്ട് കാര്യങ്ങളാണ് ഈ ഹദീസിൽ പരാമർശിച്ചിട്ടുള്ളത്. ആ രണ്ടും ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നരകപ്രവേശനത്തിന് അധികം ആളും കാരണമാകുന്ന അല്ലെങ്കിൽ നരകത്തിൽ അധിക ആളുകളെ പ്രവേശിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളും, അതുപോലെ സ്വർഗത്തിൽ അധിക ആളുകളെയും പ്രവേശിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുമാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. നരകത്തിൽ അധിക ആളുകളെ പ്രവേശിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് അൽ ഫർജു വൽ ഫമു. ഫർജ് എന്നുള്ളത് പറയുമ്പോൾ, ഗുഹ്യസ്ഥാനം എന്ന് പറയുമ്പോൾ അതിൽ ബത്ൻ വൽ ഫർജ് രണ്ടും ഉൾക്കൊണ്ടിട്ടുണ്ട്. അതായത് ഒരാളുടെ വയറും അതുപോലെ അവന്റെ ഗുഹ്യസ്ഥാനവും എന്നുള്ളത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ വായ എന്നുള്ളത്. അപ്പോ ഇവിടെ ആളുകൾ നരകത്തിൽ കിടക്കാൻ കാരണമാകുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വായ കൊണ്ട് അല്ലെങ്കിൽ വയറ്റിലേക്ക് ഹറാമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ടും, വയറ്റിലേക്ക് ഹറാമായ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടും, അതല്ലെങ്കിൽ നാവുകൊണ്ട്
അവന്റെ സംസാരങ്ങൾ, അത് ഗീബത്താവട്ടെ, നിമീമത്താവട്ടെ, കളവാവട്ടെ, പരദൂഷണം, മേശനി, അതുപോലെയുള്ള സംസാരങ്ങൾ, ഈ രണ്ട് കാരണങ്ങൾ വായ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്ന് ഹറാമായ ഭക്ഷണം വയറ്റിലേക്ക് കഴിക്കുന്നത്, രണ്ട് ഹറാമായുള്ള സംസാരങ്ങൾ, കദിബോ, കളവാവോ, പരദൂഷണമോ, ഏഷനയോ ഇനത്തിൽപ്പെട്ട എന്തെങ്കിലും, ഈ രണ്ട് കാര്യങ്ങളാണ്. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുന്ന, അധിക പേരെയും നരകത്തിൽ എത്തിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നാവിനെ പറ്റി പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നാവല്ലാതെ മറ്റെന്താണ് അധിക ആളുകളെയും നരകത്തിലേക്ക് എത്തിക്കുന്നത്? അതുപോലെ ഹറാമായ ഭക്ഷണം കഴിക്കുന്ന ഒരു തടി, ആ തടി നരകത്തിലല്ലാതെ എത്തുകയില്ല എന്നും പറഞ്ഞത് കാണാം. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് വൽഫർജ്, ഗുഹ്യസ്ഥാനം എന്നുള്ളതാണ്. ഒരാൾ അവന്റെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ട, ഹറാമായ നിലക്ക് ഉപയോഗിക്കാതിരിക്കേണ്ട, ഏറ്റവും കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണ് ഫർജ്, ഗുഹ്യസ്ഥാനം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വിശേഷണം പറയുന്നിടത്ത് ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ, അവർ അവരുടെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവർക്ക് ഹലാലായിട്ടുള്ള അവരുടെ ഇണകൾ അല്ലെങ്കിൽ അടിമ സമ്പ്രദായമുള്ള കാലത്ത് വലങ്കൈ ഉടമപ്പെടുത്തിയിട്ടുള്ള അടിമകൾ, ഇങ്ങനെയുള്ള ആളുകളല്ലാതെ അവർ ഹറാമായ നിലക്ക് അവരുടെ ഗുഹ്യസ്ഥാനം, അവർ വിചാരത്തിലേക്കോ അതുപോലെയുള്ള കാര്യങ്ങളിലേക്കോ അവർ പോവുകയില്ല. കാരണം ഒരു മനുഷ്യന് പെട്ടെന്ന് വീണു പോകുന്ന അല്ലെങ്കിൽ പിഴച്ചു പോകുന്ന ഒരു മേഖലയാണത്. അവിടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് നിൽക്കുന്നവർക്ക് മാത്രമാണ് രക്ഷപ്പെടാൻ സാധിക്കുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, വായ എന്നുകൊണ്ട് നാവും വേറും ഉദ്ദേശമുണ്ട്, ഗുഹ്യസ്ഥാനം എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം, ഈ രണ്ട് കാര്യങ്ങളാണ് അധിക ആളുകളെയും നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു. ഇനി സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന രണ്ട് കാര്യങ്ങളെ പറ്റി പറഞ്ഞെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വല്ലാഹ് വ ഹുസ്നുൽ ഖുലുഖ്, അള്ളാഹുവിനെ സൂക്ഷിക്കലും അതുപോലെ തന്നെ സൽസ്വഭാവമാണെന്ന് പറഞ്ഞു. കാരണം ആ രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടവും സൃഷ്ടികളുടെ ഇഷ്ടവും നേടിത്തരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒരാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടം അവനുണ്ടാവും. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ, അള്ളാഹു തഖ്വയുള്ളവരെ ഇഷ്ടപ്പെടും. രണ്ട്, ഒരാൾക്ക് ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവമുണ്ട് എങ്കിൽ അവന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് അവനോടൊരു ഇഷ്ടവും ബഹുമാനവും താല്പര്യവും എല്ലാം ഉണ്ടാകും. അപ്പൊ ഈ രണ്ട് രീതിയിൽ അള്ളാഹുവിനോടുള്ള ഹക്ക് വീട്ടുന്നതും സൃഷ്ടികളോടുള്ള ഹക്ക് വീട്ടുന്നതുമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് തഖ്വല്ലാഹ് വ ഹുസ്നുൽ ഖുൽഖ്. ഉലമാക്കൾ ഒന്നുകൂടി പറഞ്ഞു, അള്ളാഹുവിനോട് കാണിക്കുന്ന സൽസ്വഭാവമാണ് തഖ്വ എന്നുള്ളത്. സൃഷ്ടികളോട് കാണിക്കുന്ന സൽസ്വഭാവം വേറെ, അള്ളാഹുവിനോട് കാണിക്കുന്ന സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ് തഖ്വ. ഇതാണ് നമ്മുടെ ഈ ഭാവവുമായി ബന്ധപ്പെട്ട കാര്യം. കാരണം നല്ല സ്വഭാവം ഉണ്ടാവുക എന്നുള്ളത് ഒരാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യമാണ്. അടുത്ത ഹദീസ് عن عسامة بن شريك قال كنت عند النبي صلى الله عليه وسلم وجاءت الأعراب. ഉസാമ ബിൻ ശരീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലായിരുന്ന സമയത്ത് കുറച്ച് അറാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. നാസുൻ കസീറുൻ മിൻ ഹാഹുനാ വഹാഹുനാ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പല പ്രദേശങ്ങളിൽ നിന്നുള്ള, പല നാടുകളിലുള്ള, പല ഗോത്രങ്ങളിലുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റുമുണ്ട്. ജനങ്ങൾ എല്ലാവരും മിണ്ടാതിരുന്നു. ഈ അറാബികൾ വന്നപ്പോൾ ജനങ്ങൾ എല്ലാവരും മിണ്ടാതിരുന്നു. അവരല്ലാതെ ഒന്നും പിന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അതായത് സ്വഹാബികളുടെ കാലഘട്ടത്തിൽ അറാബികളിലെ അറിവുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകൾ മിണ്ടാതിരിക്കണം എന്നൊരു രീതി ഉണ്ടായിരുന്നു. മിണ്ടാതിരിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ മാത്രം, ആ അറാബികളിലെ അറിവുള്ള ആളുകൾ മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ അവർ സംസാരിക്കുന്ന സമയത്ത്. അങ്ങനെ ഫഖാലു, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലല്ലാഹ് അലൈനാ ഹറജുൻ ഫീ കദാ വകദാ ഫീ അശ്യാഇ മിൻ ഉമൂരിൻ നാസ്. അവർ പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ തുടങ്ങി. ജനങ്ങൾക്കിടയിലുള്ള പല കാര്യങ്ങൾ, അതിൽ തെറ്റുണ്ടോ, അതിൽ കുഴപ്പമുണ്ടോ, ഇന്നത് ചെയ്യുന്ന തെറ്റുണ്ടോ, ലാ ബഅസ ബിഹാ, ഒരു കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങൾ, അത് പറയുന്നതിൽ തെറ്റുണ്ടോ, അത് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ, കുറ്റുണ്ടോ, അങ്ങനെ ഓരോന്നും ചോദിച്ചുകൊണ്ടിരുന്നു. ഫഖാല, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ,
വഅല്ലാഹു അൽ ഹറജ്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അള്ളാഹു ഒരു കുറ്റമായിട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇല്ലാ ഇംറഅൻ ഇഖ്തറള ഇംറഅൻ ദുൽമൻ, ഒരാൾ മറ്റൊരു വ്യക്തിയെ ദുൽമായിക്കൊണ്ട് അക്രമമായ രീതിയിൽ അവനെ മുറിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഉദ്ദേശം അവനെ കുറിച്ച് ഗീബത്ത് പറയുന്ന, അവനെ ഉപദ്രവിക്കുന്ന സംസാരങ്ങൾ സംസാരിക്കുന്നത് മാത്രമാണ് കുറ്റമുള്ളത്. ഫദാകല്ലദീ ഹരിജ വഹലക്, അത് ആർക്കാണോ സംഭവിക്കുന്നത് അവന്റെ മേലെ കുറ്റവുമുണ്ട് അവന് നാശവുമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ കാര്യങ്ങൾ ചോദിച്ചറിയാറുണ്ട്. അപ്പോൾ ഇന്ന കാര്യങ്ങൾ കുറ്റമുണ്ടോ, ഇന്നത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചറിയുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ മേലെയുള്ള ഒരു ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനിന്റെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കണം, നമ്മൾ ചോദിച്ച് പഠിക്കണം. അതല്ല എങ്കിൽ എനിക്കത് അറിയില്ല, അത് ഞാൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്കത് പഠിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയല്ല നമ്മൾ ഉണ്ടാവേണ്ടത്. ദീനിന്റെ കാര്യങ്ങൾ നമ്മൾ വേണം അന്വേഷിച്ച് പഠിക്കാനും ചോദിക്കാനും അറിയാനും എല്ലാം താല്പര്യം കാണിക്കേണ്ടത്. കാരണം നമ്മുടെ പരലോകം നമ്മളെ നോക്കേണ്ടത്, വേറൊരാൾ നമ്മുടെ ഒപ്പം ഉണ്ടാവില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംശയമുള്ള കാര്യങ്ങളിൽ അവർ ചോദിക്കാൻ ഇന്നത് കുറ്റാണോ ഇന്നത് തെറ്റാണോ, അവർ ചോദിച്ചതിൽ ഭൂരിഭാഗവും തെറ്റുള്ള കാര്യമല്ല. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യം, ഗീബത്ത് പറയുന്ന ഒരാൾ മറ്റൊരാളെ കുറിച്ച് പരദൂഷണം പറയുന്ന, വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു നടക്കുന്ന അവസ്ഥ, അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ആരെങ്കിലും ഉണ്ട് എങ്കിൽ അത് അവന് കുറ്റമാണ്, അവന് നാശമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോ ഗീബത്ത് പറയുക എന്നുള്ളത് സൽസ്വഭാവത്തിന് എതിരായിട്ടുള്ള കാര്യമാണ്. ഒരാളുടെ സ്വഭാവം ഏറ്റവും മോശമായി തീരുന്ന, ആളുകൾക്കിടയിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരാളായിട്ട് മാറുന്ന ആളാണ് ആര്? ഗീബത്ത് പറഞ്ഞു പരത്തുന്ന ആളെന്നുള്ളത്. അതിന്റെ ഗൗരവം വലുതാണ്. അത് വൻപാപത്തിലാണ് ഉലമാക്കൾ എണ്ണീട്ടുള്ളത്. ഇത് കഴിഞ്ഞപ്പോൾ അറാബികൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് അന തദാവാ, അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾ ചികിത്സിക്കട്ടെ എന്ന് ചോദിച്ചു. അഥവാ രോഗം വന്നാൽ ചികിത്സ തേടട്ടെ എന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ അത്രയും ഏതൊരു ചെറിയ കാര്യമാണെന്ന് നമുക്ക് തോന്നുന്ന കാര്യമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടാണ് അവർ പഠിക്കുന്നത്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഅം യാ ഇബാദല്ലാഹ്, നിങ്ങൾ ചികിത്സിച്ചോളൂ എന്ന് പറഞ്ഞു. തദാവൂ, നിങ്ങൾ ചികിത്സിക്കൂ എന്ന് പറഞ്ഞു. ഫഇന്നല്ലാഹ അസ്സ വജൽ ലം യളഅ ദാഅൻ ഇല്ലാ വളഅ ലഹു ശിഫാഅൻ ഗൈറ ദാഇൻ വാഹിദിൻ, എന്നിട്ട് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഒരു രോഗവും വെച്ചിട്ടില്ല, അതിന് ഒരു ശിഫ വെക്കാതെ. ആ രോഗത്തിന് ഒരു ശിഫ ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗവും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഒരു രോഗം ഒഴികെ എന്ന് പറഞ്ഞു. ഒരു രോഗത്തിന് എന്തില്ല? ശിഫ ഇല്ല. ഖാലു, അപ്പോ ആ സഹാബികൾ ചോദിച്ചു, അറാബികൾ ചോദിച്ചു, വമാ ഹുവ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ഏതാണത്? ഖാല അൽ ഹറം, വാർദ്ധക്യമാണത് എന്ന് പറഞ്ഞു. വാർദ്ധക്യം ആർക്കെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ട് ചികിത്സിച്ചുകൊണ്ട് തടയാൻ പറ്റുമോ? ഇല്ലാതാക്കാൻ പറ്റുമോ? ഇല്ല. മനുഷ്യരൊന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരൊന്നും ഗവേഷണം നടത്തി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അവരുടെ ഈ വാർദ്ധക്യത്തിലെത്താതെ മരണമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പഠിക്കുന്ന, അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അവർ ഓരോ മരുന്നുകളും ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ച് എങ്ങനെ ശാശ്വതമായി ഈ ലോകത്ത് ജീവിക്കാൻ എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത് വാർദ്ധക്യത്തിന് എന്തില്ല? മരുന്നില്ല, ചികിത്സയില്ല എന്ന് പറഞ്ഞു. ഖാലു, എന്നിട്ട് ചോദിച്ചു അവർ, യാ റസൂലല്ലാഹ് മാ ഖൈറു മാ ഉഅതിയൽ ഇൻസാൻ, ഒരു മനുഷ്യന് നൽകപ്പെട്ടതിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത് എന്താണ് റസൂലേ എന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുലുഖുൻ ഹസനുൻ, സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞു. ഒരു മനുഷ്യന് നൽകപ്പെടുന്നതിൽ ഏറ്റവും ഖൈറായിട്ടുള്ള ഒരു കാര്യമാണ് സൽസ്വഭാവം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു. അപ്പൊ ആലോചിച്ച് നോക്കിയും, സൽസ്വഭാവത്തിന്റെ മഹത്വം ആലോചിച്ച് നോക്കിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ് ഏറ്റവും നൽകപ്പെടുന്നതിൽ ഏറ്റവും ഖൈറായിട്ടുള്ള കാര്യമാണ് സൽസ്വഭാവം. അപ്പൊ നമ്മുടെ സ്വഭാവം നന്നാക്കി തരാൻ, നല്ലൊരു സ്വഭാവം ചോദിക്കാൻ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആളുകളായിരിക്കണം. عن ابن عباس رضي الله عنه قال كان رسول الله صلى الله عليه وسلم أجود الناس بالخير. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും നന്മകൾ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഔദാര്യം ചെയ്യുന്നതിൽ ഏറ്റവും ഔദാര്യം ചെയ്യുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. وكان أجود ما يكون في رمضان. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഔദാര്യം ചെയ്തിരുന്ന, ദാനധർമ്മങ്ങൾ ചെയ്തിരുന്ന അങ്ങനെ ഒരു സമയം എന്നത് റമളാനിലായിരുന്നു. ഹീന യൽഖാഹു ജിബ്രീൽ അലൈഹിസ്സലാം,
ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടുമുട്ടുന്ന ആ സമയങ്ങളിൽ, ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടുമുട്ടുന്ന സമയങ്ങളിൽ എന്താ ഉദ്ദേശിച്ചത്? വകാന ജിബ്രീലു യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ. ജിബ്രീൽ അലൈഹിസ്സലാം റമളാനിലെ ഓരോ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരാറുണ്ടായിരുന്നു. സാധാരണ എല്ലാ ദിവസവും എല്ലാ സമയത്തും ജിബ്രീൽ അലൈഹിസ്സലാം വഹി കൊണ്ടുവരില്ല. ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ സമയം കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും, അങ്ങനെയൊക്കെ വരും. പക്ഷെ റമളാന്റെ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ രാത്രികളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരാറുണ്ട്. യുഅ്രിദു അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിന് ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കും. അതുവരെ ഇറങ്ങിയിട്ടുള്ള ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കാറുണ്ട്. فإذا لقيه جبريل كان رسول الله صلى الله عليه وسلم أجود بالخير من الريح المرسلة. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുന്ന ആ സമയത്ത്, ആ റമളാനിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ഔദാര്യം ചൊരിയുന്ന ഒരാളായിരുന്നു. കാറ്റ് എത്ര വേഗത്തിലാണ് സഞ്ചരിക്കുക, അതുപോലെ എത്ര വേഗത്തിലാണ് വീശുക, അതിനേക്കാൾ ഔദാര്യങ്ങൾ ചൊരിയുന്ന, ദാനധർമ്മങ്ങൾ ചൊരിയുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിൽ 2-3 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യം. കഴിഞ്ഞ ദിവസത്തിൽ കുറച്ച് ഹദീസുകൾ ആ വിഷയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാളും ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ട് അവിടുന്ന് ഇല്ല എന്ന് മറുപടി പറയാറില്ല. ഉണ്ടെങ്കിൽ നൽകും, ഇല്ലെങ്കിൽ അതുള്ള ആളുകളിലേക്ക് വഴി കാണിക്കും, അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരെ നല്ല വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കും. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ അവരെ സഹായിക്കുന്ന അവസ്ഥയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം ഔദാര്യം ചൊരിഞ്ഞിരുന്ന, ദാനധർമ്മങ്ങൾ നിർവഹിച്ചിരുന്ന ഒരു സമയമായിരുന്നു റമളാൻ എന്നുള്ളത്. റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നു. റമളാനിന്റെ മറ്റൊരു പ്രത്യേകത ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ ദിവസത്തിലും രാത്രികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ റമളാനിൽ വരാറുണ്ടായിരുന്നു. അങ്ങനെ റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെ ഇറങ്ങിയ ഖുർആൻ മുഴുവൻ ജിബ്രീൽ അലൈഹിസ്സലാമിന് തിരിച്ച് ഓതിക്കൊടുക്കുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉലമാക്കൾ പറയാറുള്ളത്, റമളാനിൽ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്യുക എന്നുള്ളത് മുസ്തഹബായിട്ടുള്ള കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയ ഖുർആൻ മൊത്തം പാരായണം ചെയ്ത് കൊടുക്കുന്ന ഒരു സമയമായിരുന്നു റമളാൻ എന്നുള്ളത്. ഒരു വിശ്വാസിക്ക് ഏറ്റവും അധികം സന്തോഷവും സമാധാനവും കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സമയമാണ് റമളാൻ എന്നുള്ളത്. അപ്പോ ആ റമളാനിന് വേണ്ടി ഒരുങ്ങാൻ നമ്മൾ തയ്യാറാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ ഏറ്റവും അധികം ധാരാളം സ്വതക്ക ചെയ്യാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. അടുത്ത ഹദീസ്, عن أبي مسعود الأنصاري رضي الله عنه قال قال رسول الله صلى الله عليه وسلم. അബൂ മസ്ഊദ് അൽ-അൻസാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുസിബ റജുലുൻ മിമ്മൻ കാന ഖബ്ലകും. നിങ്ങളുടെ മുൻഗാമികളിൽ ഒരു വ്യക്തിയെ വിചാരണ ചെയ്യപ്പെട്ടു, അഥവാ ബനൂ ഇസ്രായേലുകൾ മറ്റുള്ള ഒരു വ്യക്തിയെ വിചാരണ ചെയ്യപ്പെട്ടു. ഫലം യൂജദ് ലഹു മിനൽ ഖൈർ. അവനിൽ ഒരു ഖൈറും കണ്ടെത്താനുണ്ടായിരുന്നില്ല. കാര്യമായ നന്മകളൊന്നും ചെയ്യുന്ന ഒരാളായിരുന്നില്ല, അപ്പൊ ഖൈറുകളൊന്നും അല്ലാതെ ഉണ്ടായിരുന്നില്ല. ഇല്ല അന്നഹു ഖദ് കാന റജുലൻ യുഖാലിഖു الناس. പക്ഷെ അവന്റെ ജോലി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് സമ്പത്ത് കടമായി കൊടുക്കുന്ന, പണം കച്ചവടത്തിനും മറ്റുള്ള ആവശ്യങ്ങൾക്കുമെല്ലാം പണം കടമായി കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ വ്യക്തി. ഒരാളെ വിചാരണ ചെയ്യപ്പെട്ടു. ആ ചെയ്യപ്പെടുന്ന ആൾക്ക് പ്രത്യേകിച്ച് ഖൈറുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അയാളുടെ ജോലി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ആളുകൾക്ക്, ആവശ്യക്കാർക്ക് പണം കടം കൊടുക്കാറുണ്ടായിരുന്നു. വകാന മൂസിറൻ. അയാൾ നല്ല പണത്തിൽ വിശാലതയുള്ള സമ്പത്തുള്ള ആളായിരുന്നു, ധനം ഉണ്ടായിരുന്ന ആളായിരുന്നു. ഫകാന യഅ്മുറു ഗിൽമാനഹു അൻ യതജാവസു അനിൽ മുഅ്സിർ. ആ വ്യക്തി പറയാറുണ്ട്, അവന്റെ ജോലിക്കാരായിട്ടുള്ള ആളുകൾ പണം കൊടുത്തത് തിരിച്ചു വാങ്ങാൻ വേണ്ടി ആളുകൾ പോകുന്ന സന്ദർഭത്തിൽ ഈ ജോലിക്കാരായിട്ടുള്ള ആളുകളോട് പറയാറുണ്ട്, നീ ഞെരുക്കം അനുഭവിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടി സമയം കൊടുത്തോ. ഒരാൾ ഇയാളുടെ കടം വാങ്ങിയിട്ടെന്ന് വിചാരിക്കാം. ആ കടം തിരിച്ചു വാങ്ങേണ്ട സമയത്ത് തിരിച്ചു വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ജോലിക്കാരോട് പറയും, നീ തരാനുള്ള ആളുകൾ എന്തെങ്കിലും ഒരു ഞെരുക്കത്തിലോ ബുദ്ധിമുട്ടിലോ ആണ് എങ്കിൽ നീ അവന് കുറച്ചുകൂടി സമയം അനുവദിച്ചു കൊടുക്കണം എന്ന് ജോലിക്കാരോട് പറയാറുണ്ട്. ഇങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. ഇയാളെ വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത് ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറഞ്ഞു, ഫനഹ്നു അഹഖു ബിദാലിക മിൻഹു ഫതജാവസു അൻഹു.
അവന്റെ ഒപ്പമുള്ള ആളുകളോട് ചെയ്തതിനേക്കാൾ നാം ആണ് വിട്ടുവീഴ്ച ചെയ്യാൻ അല്ലെങ്കിൽ ഒഴിവ് കഴിവ് നൽകാൻ ഏറ്റവും അർഹതയുള്ളത് നമുക്കാണ്. അതുകൊണ്ട് അവന് ഒഴിവാക്കി കൊടുക്കുക, അവന്റെ പാപങ്ങൾ അത് ഒഴിവാക്കി കൊടുത്ത് അവന് അവസരം നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് എങ്ങനെയാണോ അതുപോലെ അടിമകൾ മറ്റുള്ളവരോടാവുക എന്നുള്ളത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സിത്തീറാണ്. അല്ലാഹു തആല അടിമകളുടെ നമ്മുടെ ഓരോരുത്തരുടെയും ന്യൂനതകൾ, കുറവുകൾ എല്ലാം മറച്ചു വെക്കുന്ന ആളാണ്. അതുപോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അടിമകൾ പരസ്പരം. അപ്പൊ നമുക്ക് നമ്മുടെ സഹോദരന്റെ ന്യൂനത അറിയാം, അവന്റെ കുറവറിയാം, അത് മറച്ചു വെക്കുക, ആളുകളുടെ മുമ്പിൽ പരസ്യമായി പറഞ്ഞു നടക്കാതെ അത് മറച്ചു വെക്കുക എന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതുപോലെ അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്, കാരുണ്യവാനാണ്, കാരുണ്യം ചൊരിയുന്നവനാണ്. അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അടിമകൾ പരസ്പരം കാരുണ്യം കാണിക്കുക എന്നുള്ളത്. അതുപോലെ അള്ളാഹു അഫൂവാണ്, പാപങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു കൊടുക്കുന്ന ആളാണ്. അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അടിമകൾ പരസ്പരം, ഇപ്പൊ നമ്മൾ ഒരാൾ ഉപദ്രവിച്ചു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു അത് പുറത്തു കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ ഹദീസിലും വന്നിട്ടുള്ളത്. അയാളുടെ സമ്പത്തുണ്ട്, ആ സമ്പത്ത് ആളുകൾക്ക് കടം കൊടുക്കാറുണ്ട്. അങ്ങനെ ആ കടം തിരിച്ചു വാങ്ങാൻ അയാളുടെ ജോലിക്കാർ പോകുമ്പോ അയാൾ പറയും, ഞെരുക്കമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം അനുഭവിച്ചു കൊടുത്തേക്ക്, ധൃതി പിടിച്ചിട്ട് അവനെ ഒന്ന് തിരിച്ചു വാങ്ങണ്ട എന്ന് പറയാറുണ്ട്. അത് കാരണത്താൽ അല്ലാഹു തആല നാളെ പരലോകത്ത് പറയും, അവൻ അങ്ങനെ ചെയ്തല്ലോ, അതിലേറ്റവും യോഗ്യൻ ഞാനാണ് അവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ യോഗ്യനായിട്ടുള്ളത്. അവൻ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ അവന് കൊടുക്കുന്നു എന്നുള്ളത്. ഇതേ ആശയം അറിയിക്കുന്ന ഈ ഹദീസിന്റെ തന്നെ വേറെ റിവായത്തിൽ, സ്വഹീഹ് മുസ്ലിമിന്റെ റിവായത്തിൽ കാണാം, കാന റജുലുൻ യുദായിനു الناس فكان يقول لفتاه. ഒരു വ്യക്തി ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് കടം കൊടുക്കാറുള്ളത്. അപ്പൊ അവന്റെ ജോലിക്കാരോട് ആ വ്യക്തി പറയും, ഇദാ അതൈത മുഅ്സിറൻ ഫതജാവിസ് അൻഹു. നീ ഞെരുക്കം അനുഭവിക്കുന്ന ഒരാളുടെ അടുത്ത് എത്തുകയാണെങ്കിൽ നീ എന്ത് ചെയ്യുക? തജാവുസ് അൻഹു, അവന് നീ കുറച്ചുകൂടി ഒഴിവ് കൊടുക്കുക, ഞെരുക്കം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. ലഅല്ലല്ലാഹ യതജാവസു അന്നാ, അല്ലാഹു തആല നമ്മോട് അതുപോലെ നമുക്ക് കുറച്ച് നീട്ടി തന്നേക്കാം, ഒഴിവ് തന്നേക്കാം എന്ന് പറഞ്ഞു. ഫലഖിയല്ലാഹു ഫതജാവസ അൻഹു. അങ്ങനെ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്ത് കൊടുത്തു? കുറച്ചുകൂടി സമയം നീട്ടിക്കൊടുക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആളുകളുമായിട്ട് കടമിടപാടുകൾ നടക്കുന്നവരാണ്. നമ്മൾ കൊടുക്കുന്നുണ്ടാകും, വാങ്ങുന്നുണ്ടാകും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാകും. അപ്പോ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് സമയത്താണോ തിരിച്ചു നൽകുമെന്ന് പറഞ്ഞത് ആ സമയത്ത് തന്നെ നൽകാൻ സത്യസന്ധതയോട് കൂടി വേണം നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ കടം വാങ്ങുന്ന പല ആളുകൾക്ക് ഉണ്ടാകാം. കടം വാങ്ങുന്ന സന്ദർഭത്തിൽ ഇത് ഇന്ന സമയത്ത് തന്നെ എനിക്ക് തിരിച്ചു കൊടുക്കണം, എനിക്കത് വീട്ടണം എന്നുള്ള ആ സിദ്ഖോട് കൂടിയുള്ള സത്യസന്ധമായ നിയ്യത്തോട് കൂടി ആയിരിക്കണം നമ്മൾ വാങ്ങേണ്ടത്. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അത് വീട്ടാൻ അല്ലാഹു തആല വീട്ടി കൊടുക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ സത്യസന്ധമായിട്ടാണ് ഒരാൾ വാങ്ങുന്നത് എങ്കിൽ ആ കടം അല്ലാഹു വീട്ടി കൊടുക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കേട്ട് പരിചയിച്ച ഒരു ഹദീസ് ഉണ്ട്. ഒരു വ്യക്തി, ബനൂ ഇസ്രായേലിൽപ്പെട്ട ആ വ്യക്തി മറ്റൊരാളിൽ നിന്ന് 1000 ദീനാറോ മറ്റോ കടം വാങ്ങി, ഇന്ന സമയത്ത് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കടം വാങ്ങിയ ആള് അതുമായിട്ട് കച്ചവടം ചെയ്യാൻ വേറൊരു നാട്ടിലേക്ക് കപ്പലിൽ പോയി. അങ്ങനെ ആ കപ്പലില് മറിഞ്ഞിട്ടോ മറ്റോ ആയിട്ട് ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ എത്തുകയുണ്ടായി. തിരിച്ചു വരാൻ ഒരു വഴിയില്ല. അപ്പോ കച്ചവടം ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഇയാള് പണം ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാളുടെ കയ്യിൽ ഈ പറഞ്ഞ സമയമായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇയാൾക്ക് കടം വീട്ടും വേണം, പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കും വേണം. അപ്പൊ ഒരു വഴിയുമില്ല, അത് അയാൾ അറിയിക്കാനും വഴിയില്ല. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? ഒരു മരക്കഷ്ണം എടുത്ത് അതിന്റെ ഉള്ളിൽ ഒരു ദ്വാരമുണ്ടാക്കി അതിൽ ഒരു എഴുത്തും അതുപോലെ 1000 ദീനാറും വെച്ചുകൊണ്ട് അത് കട്ടിയായി അടച്ചു വെച്ചുകൊണ്ട് അയാൾ കടലിലേക്ക് എറിഞ്ഞു. ഈ കടം വാങ്ങുമ്പോ തന്നെ സാക്ഷി ആരാണ് കഫീലായിട്ടുള്ളത്, ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും അള്ളാഹ് ഉണ്ട്, അള്ളാഹിനെ പറഞ്ഞിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ അയാൾ അത് അങ്ങനെ എടുത്തിട്ട് കടലിലേക്ക് എറിഞ്ഞു. ഞാൻ നിന്നെ സാക്ഷിയായിക്കൊണ്ട് വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇയാൾ കുറച്ചു കാലം കഴിഞ്ഞ് കപ്പല് കിട്ടിയിട്ട് 1000 ദീനാറുമായിട്ട് തിരിച്ച് ഇയാളുടെ അടുത്ത് പോവാണ് ഇത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ ആരിൽ നിന്നാണ് കടം വാങ്ങിയത് ഇയാളോട് ചോദിച്ചു,
നീ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കടം കൊടുത്ത ആള് ഒരിക്കൽ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വിറകെടുക്കാനൊക്കെ വേണ്ടി പോകുന്ന സമയത്ത് വീട്ടിൽ വിറക് കിട്ടി. അതിൽ ഒന്ന് പൊളിച്ചു നോക്കുന്ന സമയത്താണ് അതിനകത്ത് ഈ കത്തും അതുപോലെ തന്നെ 1000 ദീനാറും അതേ സമയത്ത് അയാൾക്ക് കിട്ടുകയുണ്ടായി. അയാൾക്ക് തിരിച്ചു കിട്ടി. അപ്പൊ ഈ വീണ്ടും കൊടുക്കാനെന്ന് പറഞ്ഞു, നീ അന്ന് ആ കടലിലേക്ക് എറിഞ്ഞത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സഹിയായ ഹദീസാണ്. അപ്പൊ അയാൾ സിദ്ഖോട് കൂടി അള്ളാഹിനെ സാക്ഷി നിർത്തി വാങ്ങിയതായതുകൊണ്ട് അയാൾ കൊടുക്കുന്ന ആ കാര്യം അത് എത്തിച്ചു കൊടുക്കാൻ ആരുടെ ഉത്തരവാദിത്തമാണ്? ആരുടെ ബാധ്യത? അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ളതാണ്. കാരണം കരയാവട്ടെ, കടലാവട്ടെ, ആകാശമാവട്ടെ, പർവ്വതങ്ങളാവട്ടെ, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. ആ കടൽ അയാളുടെ അടുത്ത് എത്തിച്ചു കൊടുത്തു. ഇതിലൊരു അത്ഭുതമില്ല. കാരണം കടലില് തിരമാലകൾ ഉണ്ടാകുന്നൊക്കെ അള്ളാഹിന്റെ നിയന്ത്രണത്തിലാണ്. പിന്നെ അതിലെന്താ സംശയമുള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞത്, കടം വാങ്ങുന്ന ആളുകൾ ആ സമയത്ത് തന്നെ വീട്ടണം എന്നുള്ള നിയ്യത്തോടു കൂടി സിദ്ഖോട് കൂടി വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. ഇനി കടം കൊടുക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊടുക്കുന്ന ആളുകൾ അയാൾക്ക് സാമ്പത്തികമായിട്ട് അത്ര അത്യാവശ്യമില്ല എങ്കിൽ, അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ ആളാണെങ്കിൽ, തിരിച്ചു തരേണ്ട ആൾക്ക് എന്തെങ്കിലും ഞെരുക്കം കൊണ്ട് ദിവസങ്ങൾ നീട്ടിപ്പോവുകയാണെങ്കിൽ കുറച്ച് നീട്ടിക്കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളത് മഹത്തായിട്ടുള്ള കാര്യമാണ്. ഒരു ഇന്ന തീയതിയിൽ കടം തിരിച്ചു തരുമെന്ന് പറഞ്ഞ് അയാൾക്ക് തരാൻ സാധിച്ചില്ല, അപ്പൊ നീട്ടിക്കൊടുക്കുന്ന ഓരോ ദിവസത്തിനും ആ കടം കൊടുത്തവന് പ്രതിഫലമുണ്ട്. സ്വതക കൊടുക്കുന്നതിനേക്കാൾ മഹത്തമായിട്ടൊരു കാര്യമാണ് കടം കൊടുത്തിട്ട് അത് ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളത്. കാരണം എന്താണ്? കടം ഒരാളുടെ ആവശ്യത്തിനാണ് ചോദിക്കുക. സ്വതക്ക നൽകുമ്പോ ചിലപ്പോൾ അയാൾ ഒരു അത്യാവശ്യ സമയത്തൊന്നും ആവില്ല. കടന്ന് പറഞ്ഞാൽ അധികം ഒരു ആവശ്യത്തിനോ അത്യാവശ്യ സമയത്തോ ആയിരിക്കും ആളുകൾ വാങ്ങുക. അപ്പൊ അതല്ലാത്ത രീതിയിലായിരിക്കും സ്വതക്ക നൽകുക. അപ്പൊ കടം ഒരാൾ വാങ്ങിയിട്ട് അത് വിട്ടുകൊടുക്കുക എന്നുള്ളത് സ്വതക്ക നൽകുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടൊരു കാര്യമാണ്. ഈ രണ്ട് ശ്രദ്ധിക്കണം. കടബാധ്യത എന്നുള്ളത് പിന്നെ ഷഹീദായി മരണപ്പെട്ടാൽ പോലും ബാക്കിയാകുന്ന ഒരു കാര്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പോ കടബാധ്യത ഗൗരവമുള്ള കാര്യമാണ്. അത് വീട്ടാനുള്ള ഉദ്ദേശത്തിന് നിയത്തിൽ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കടം കൊടുക്കുന്ന ആളുകൾ അത് നീട്ടിക്കൊടുക്കുക എന്നുള്ളത് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ പാപങ്ങൾ ഒഴിവാക്കി തരാൻ, നമുക്ക് കുറച്ച് സമയം വിട്ടുതരാൻ, നമുക്ക് ഒഴിവുകൾ നൽകാൻ അതൊരു കാരണമായി മാറും. അപ്പോ ജനങ്ങളുമായിട്ടുള്ള ഈ പണമിടപാടുകളിൽ കുറച്ച് ഇങ്ങനെ ഒരു എന്താ പറയാ, കുറച്ച് സമയം കൊടുത്തിട്ടും ആളുകളെ ഞെരുക്കം മനസ്സിലാക്കിയിട്ടൊക്കെ ഇടപഴകുക എന്നുള്ളത് സൽസ്വഭാവത്തിൽ പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഹദീസ് ഈ ബാബിൽ കൊടുക്കാനുള്ള കാരണം. അടുത്ത ഹദീസ് عن عباس بن سمعان الأنصاري رضي الله عنه أنه سأل رسول الله صلى الله عليه وسلم عن البر والإثم. ഒരിക്കൽ നവാസ് ഇബ്നു സമആൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ് പുണ്യം, എന്താണ് പാപം? ബിർ എന്താണ്? പുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്മ്, പാപം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു. അധികം ആളുകളും ഇത് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമാണ് എപ്പോഴാണ് ഒരു കാര്യം പുണ്യമാകുന്നത്, എപ്പോഴാണ് പാപം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്. പുണ്യം എന്ന് പറഞ്ഞാൽ അത് സൽസ്വഭാവമാണ്. ഈ പുണ്യം എന്ന ബിർ എന്നുള്ള പദം പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ബിറിൽ പെട്ട തന്നെയാണ്. പക്ഷെ ഇവിടെ അൽ ബിർ ഹുസ്നുൽ ഖുൽഖ് എന്ന് പറയുന്നത് അൽ ഹജ്ജ് അറഫ എന്ന് പറഞ്ഞ ഹദീസ് പോലെയാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന്. അറഫയിൽ മാത്രം എന്ന് ഒരാൾ ഹജ്ജ് ചെയ്ത പോലെ ആവുമോ? ഇല്ല. എന്താ ഉദ്ദേശം? അറഫയിൽ നിൽക്കുക എന്നുള്ളതാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം. അതുപോലെ പുണ്യം എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഹുസ്നുൽ ഖുൽഖാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ഖാലൽ ഉലമാ, പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ബിർറു യകൂനു ബിമഅനാ അസ്സില. ബിർ എന്നുള്ളത് ചേർക്കുക, ബന്ധം ചേർക്കുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. വബിമഅനാ അൽ ലുത്ഫി والمبرة وحسن الصحبة والعشرة وبمعنى الطاعة وهذه الأمور هي مجامع حسن الخلق. അതുപോലെ തന്നെ ബിർ എന്നുള്ളത് പിന്നെ നല്ല ഇടപഴകൽ, നല്ല ബന്ധം വെക്കൽ, അള്ളാഹുവിനെ അനുസരിക്കൽ, ഈ കാര്യങ്ങളിലെല്ലാം ബിർ എന്നുള്ള പദം ഉപയോഗിക്കും. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് ഹുസ്നുൽ ഖുൽഖ് എന്ന് പറഞ്ഞത്. അപ്പോൾ പുണ്യം എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമാണ്, അതിലെല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട്. വൽ ഇസ്മു, പാപം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഹക്ക ഫീ നഫ്സിക്, നിന്റെ മനസ്സിൽ ചൊറിച്ചിൽ ഉണ്ടാക്കുന്ന കാര്യമാണ്. വകരിഹ്ത
അൻ യത്ലിഅ അലൈഹി അന്നാസ്, ജനങ്ങൾ ആ കാര്യം, പാപമായിട്ടുള്ള ആ കാര്യം എന്താണോ നീ ചെയ്യുന്നത് അത് ജനങ്ങൾ അറിയുന്നത് നീ വെറുക്കുന്നതുമാണ്. പാപം എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിൽ ആ കാര്യം ചെയ്യുമ്പോൾ ചൊറിച്ചിലുണ്ടാകും, അസ്വസ്ഥത ഉണ്ടാകും, ഒരിക്കലും തൃപ്തിയോടുകൂടി അത് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ ജനങ്ങൾ നീ അത് ചെയ്യുന്നവനാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവം നിനക്കുണ്ട്, ഈ ഒരു പ്രവൃത്തി നീ ചെയ്യുന്നുണ്ട് എന്ന് ജനങ്ങൾ അറിയുന്നതിനെ നീ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു കാര്യമാണ് പാപം എന്നുള്ളത്. അപ്പോ എന്തൊരു സുഖമുള്ള കാര്യമാണ്. ഒരു കാര്യം നമുക്ക് പാപമാണോ എന്ന് മനസ്സിലാക്കാൻ ഇത്ര മാത്രം പരിശോധിച്ചാൽ മതി. ആ കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൽബിൽ അത് ചൊറിച്ചിലുണ്ടാക്കുന്ന, അസ്വസ്ഥ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണോ എന്നുള്ളത് പരിശോധിക്കുക. അതുപോലെ ജനങ്ങൾ അറിയുന്നത് നിനക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണോ എന്നും പരിശോധിക്കുക. അങ്ങനെയുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ അതാണ് പാപം എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ഇൻഷിറാഹ് സദ്റോടുകൂടി, വിശാലമായ സമാധാനമുള്ള ഒരു മനസ്സോടുകൂടി ആസ്വദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സമാധാനം കണ്ടെത്തിക്കൊണ്ട് വിശാലതയോടുകൂടി ഒരാൾക്കൊരു പാപം ചെയ്യാൻ സാധിക്കില്ല. അവന്റെ ഫിത്രത്തിൽ, മനുഷ്യൻ എന്നുള്ള ഫിത്രത്തിൽ തന്നെ പാപം ചെയ്യുന്ന സമയത്ത് അവന്റെ കൽബിൽ അതൊരു അസ്വസ്ഥതയുണ്ടാക്കി ഒരു ചൊറിച്ചലില്ലാതെ ഒരാൾക്കൊരു പാപം ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ പാപത്തിന്റെ മനസ്സിലാക്കാനുള്ള മറ്റൊരു വഴിയാണ് ആളുകൾ അത് കാണുന്നത്, ആളുകൾ അത് അറിയുന്നത് നിനക്ക് വെറുപ്പുണ്ടാക്കുക എന്നുള്ളത്. സ്വാഭാവികമായിട്ട് ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അവൻ ചെയ്യുന്ന ഒരു പാപം ആളുകൾ അറിയുന്നത് ഇല്ല. അവൻ ചെയ്യുന്ന തെറ്റ് ആളുകൾ അറിയണമെന്ന് ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇല്ല. അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ അതാണ് പാപം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പൊ ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണത്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ആളുകൾ അറിയുന്നത് നമുക്ക് വെറുപ്പുണ്ടാക്കുന്നതും കൽബിൽ ചൊറിച്ചൽ ഉണ്ടാക്കുന്നതും എന്താണോ നമ്മൾ നോക്കുക. ഇപ്പൊ വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കാണാം, മഹാക ഫീ സദ്രിക് ഫദഅഹു, നിന്റെ കൽബിൽ എന്താണോ ചൊറിച്ചിൽ ഉണ്ടാക്കുന്നത് ആ കാര്യം ഒഴിവാക്കുക. ഒരു കാര്യം നമ്മൾ ചെയ്യാൻ, അത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൽബിൽ അസ്വസ്ഥയാണ്, അത് ശരിയല്ല എന്നുള്ള സംശയത്തോടു കൂടി ഒരു ചൊറിച്ചിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിനെ ഒഴിവാക്കുക. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാതിരിക്കുകയാണ്, അത് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ ഉമ്മ എന്തെങ്കിലും ഒരു കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ്, നമുക്ക് സഹായിക്കാൻ പറ്റും. ആ സഹായിക്കാതിരിക്കുമ്പോൾ മനസ്സിലേക്ക് എന്താ അസ്വസ്ഥ ഉണ്ടാവുകയാണ്, എന്റെ ഉമ്മയാണല്ലോ, സഹായിക്കണമല്ലോ, അങ്ങനെ ചൊറിച്ചിൽ ഉണ്ടാക്കണേ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ കാര്യം ചെയ്യണം. അല്ലെങ്കിൽ വേറൊരു കാര്യം ഇപ്പൊ നമ്മൾ ചെയ്യാൻ, ആ ചെയ്യുന്ന സമയത്ത് അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അപ്പൊ കൽബിൽ ചൊറിച്ചൽ ഉണ്ടാക്കുക എന്നുള്ളത്, ഒരു ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളത്, ഞെരുക്കം ഉണ്ടാവുക എന്നുള്ളത് പാപത്തിന്റെ അടയാളമാണ്. ആ കാര്യം ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ബിർറ് എന്ന് പറഞ്ഞാൽ, പുണ്യം എന്ന് പറഞ്ഞ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന വാക്ക് തന്നെയാണ് ഹുസ്നുൽ ഖുലുഖ് എന്നുള്ളത്. ഏതൊരു പുണ്യം ചെയ്യുന്നുണ്ടോ അതെല്ലാം സൽസ്വഭാവത്തിന്റെ ഭാഗമാണ് താനും. അടുത്ത ബാബ്, ബാബുൽ ബുഖ്ൽ, പിശുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ. ബുഖ്ൽ എന്ന് പറഞ്ഞാൽ പിശുക്ക് എന്നാണ് അർത്ഥം. അതായത് ഒരാൾ അവൻ വീട്ടേണ്ട ഹക്കുകൾ വീട്ടാതെ, അവന്റെ മാതാപിതാക്കൾക്ക്, ഭാര്യക്ക്, മക്കൾക്ക്, അതുപോലെയുള്ള അവൻ വീട്ടിക്കൊടുക്കൽ നിർബന്ധിതയുള്ള, അവന് നിർബന്ധ ബാധ്യതയുള്ള കാര്യങ്ങൾ ചെയ്യാതെ, പണമാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ അത് പിടിച്ചു വെക്കുന്നതിന് എന്ത് പറയുക? ബുഖ്ൽ എന്ന് പറയുക, പിശുക്ക് എന്ന് പറയുക. അതല്ലാതെ ഐച്ഛികമായിട്ട് ഒരാൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതിന്റെ പേരിൽ അവൻ എന്താവൂല? ആക്ഷേപിക്കപ്പെടൂല. ഐച്ഛികമായിട്ട് അവൻ ചെയ്യുന്നില്ല, അവൻ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, കുടുംബത്തിന് ചെലവിന് കൊടുക്കുന്നുണ്ട്, മക്കൾക്കും മാതാപിതാക്കൾക്കും കൊടുക്കുന്നുണ്ട്, നിർബന്ധിതമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അവന്റെ മേലെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ പിശുക്കനാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്നാൽ നിർബന്ധിത ബാധ്യത നിർവഹിക്കാതെ പിടിച്ചു വെക്കുന്നവൻ അവൻ ബുഖ്ൽ അകപ്പെട്ടവനാണ്. ബുഖ്ൽ എന്നുള്ളത് വളരെ മോശപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ബാബിലെ ഹദീസ് അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, മൻ സയ്യിദുക്കും യാ ബനി സലമ, ബനു സലമ ഗോത്രത്തോട് ചോദിക്കുകയുണ്ടായി, ആരാണ് നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ നേതാവായിട്ടുള്ള ആൾ ആരാണെന്ന് ചോദിച്ചു. ഖുൽന, അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു, ജുദ് ഇബ്നു ഖൈസ്, ജുദ് ഇബ്നു ഖൈസാണ് ഞങ്ങളുടെ നേതാവ്. അല അന്ന നുബഖിലുഹു, പക്ഷേ അവൻ പിശുക്കനായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്, അവനെ ഞങ്ങൾ പിശുക്കനായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, വഅയ്യു ദാഇൻ അദ്വാ മിനൽ ബുഖൽ, പിശുക്കിനേക്കാൾ മാരകമായിട്ടുള്ള ഒരു രോഗം വേറെ ഏതാ ഉള്ളത്?
പിശുക്കിനേക്കാൾ മാരകമായിട്ടുള്ള രോഗം വേറെ ഏതാണുള്ളത്? ബൽ സയ്യിദുക്കും അംർ ഇബ്നുൽ ജുമൂഹ്, ഇനി നിങ്ങളുടെ നേതാവ് എന്നുള്ളത് അംർ ഇബ്നുൽ ജുമൂഹാണ്. കാരണം പിശുക്ക് പോലെയുള്ള ഒരു മോശപ്പെട്ട സ്വഭാവമുള്ള ഒരാളെ ഒരു സമൂഹത്തിന്റെ നേതാവായി വെക്കുക എന്നുള്ളത് ശരിയല്ല. കാരണം അവന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നിടത്ത് വീഴ്ച വരുത്തും. അതുകൊണ്ട് അംർ ഇബ്നുൽ ജുമൂഹാണ് ഇനി നിങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞു. വകാന അംറുൻ അലാ അസ്നാമിഹിം ഫിൽ ജാഹിലിയ്യ, അംർ എന്നുള്ളത് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ വിഗ്രഹങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു. വകാന യുലിമു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തസവ്വജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുമ്പോൾ ചില വിവാഹങ്ങളിലൊക്കെ വലീമ നടത്താൻ മുൻകൈ എടുക്കാറുള്ളത് ഈ അംർ ഇബ്നുൽ ജുമൂഹ് ആയിരുന്നു എന്ന് കാണാം. അപ്പൊ ഈ ഹദീസ് ഇവിടെ കൊടുക്കാനുള്ള കാരണം, പിശുക്കുള്ള ഒരാള് അയാൾക്ക് മുസ്ലിമീങ്ങളുടെ ഒരു നേതൃസ്ഥാനത്തോ അല്ലെങ്കിൽ ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനത്തോ നിൽക്കാൻ അയാൾ യോഗ്യനല്ല. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ? പിശുക്കിനേക്കാൾ മാരകമായ രോഗം വേറെ എന്താ ഉള്ളത്? കാരണം പിശുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ദൂർത്തടിക്കണം എന്നല്ല, അവന്റെ നിർബന്ധിതമായിട്ടുള്ള ബാധ്യത നിർവഹിക്കാതെ പിടിച്ചു വെക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതാണ് പിശുക്ക്. അപ്പൊ അവന് വരുമാനമുണ്ട്, ആ വരുമാനത്തിന് അനുയോജ്യമായ രീതിയിൽ അവന് വേഷം ധരിക്കാൻ, അവന്റെ കുടുംബത്തിന് വേഷം ധരിക്കാം, അവന് ഭക്ഷണം കഴിക്കാം, അവന്റെ കുടുംബത്തിന് ഭക്ഷണം കഴിക്കാം. അതിനപ്പുറത്തേക്ക് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുന്നത് ദൂർത്താവുന്നത്. എന്നാൽ അതിൽ യോഗ്യമായ രീതിയിൽ നൽകാതെ പിടിച്ചു വെച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് അതാണ് പിശുക്ക് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഉണ്ടാവുകയാണ് എങ്കിൽ അവൻ തീർച്ചയായിട്ടും അത് വലിയ രോഗമാണ്, മറ്റുള്ളവരുടെ മേലെ ദുൽമ ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥാനത്ത് നിന്ന് പിശുക്കുള്ള ഒരാളെ മാറ്റിയിട്ട് മറ്റൊരാളാക്കുകയാണ്. അയാളാണെങ്കിൽ അങ്ങേയറ്റം ദാനധർമ്മങ്ങൾ ചെയ്യാറുള്ള, ഔദാര്യങ്ങൾ ചെയ്യാറുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ വിഗ്രഹങ്ങളെ കൊണ്ട് നടക്കുന്നതിലൊക്കെ ധാരാളം ചെലവഴിക്കുന്ന ആളാണ്. പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുമ്പോൾ വലീമയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കുന്നതിൽ പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്ന, മുന്നിട്ടിരുന്ന ആളായിരുന്നു. ഈ ഹദീസിൽ നിന്ന് ഉലമാക്കൾ ചർച്ച ചെയ്യാറുണ്ട്, ഒരാൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവന് വലീമ കൊടുക്കാൻ വേറൊരാൾക്ക്, സമ്പത്തുള്ള ആളുകൾക്ക് സഹായിക്കാൻ പറ്റും എന്നുള്ളതിന് ഈ ഹദീസിൽ നിന്ന് തെളിവെടുത്തുകൊണ്ട് ഉലമാക്കൾ വിശദീകരിക്കാറുണ്ട്. ഒരാൾക്ക് സമ്പത്തുണ്ട്, അപ്പൊ ഒരാൾ വിവാഹം കഴിച്ചു, അവനധികം സമ്പത്തില്ല എങ്കിൽ ഇയാൾക്ക് എന്ത് കൊടുക്കാം? വലീമയ്ക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നത് അനുവദനീയമാണ്, പ്രതിഫലാർഹമാണ്. അൻ വറാദ് കാതിബുൽ മുഗീറ ഖാല, മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിന്റെ കാതിബ്, എഴുത്തുകാരനായിട്ടുള്ള വറാദ് ഉദ്ധരിക്കുകയാണ്. كتب معاوية إلى المغيرة بن شعبة أن اكتب إلي بشيء سمعته من رسول الله صلى الله عليه وسلم. ഒരിക്കൽ മുആവിയ റളിയല്ലാഹു അൻഹു മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു ഒരു കത്തയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട എന്തെങ്കിലും ഒരു ഹദീസ് എനിക്ക് തിരിച്ച് എഴുത്തയക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കത്ത്. സ്വഹാബികൾ രീതി നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടുള്ള ഹദീസുകൾ, ഇൽമ്, അറിവ് അത് എഴുതി അയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം കത്തുകൾ അയക്കാറുണ്ടായിരുന്നു. നമുക്ക് ഇൽമ ലഭിക്കാൻ എത്ര അവസരം ഉണ്ടായിട്ട് പോലും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും അറിയാനും നമുക്ക് താല്പര്യമില്ല എങ്കിൽ അത് അപകടം പിടിച്ചൊരു കാര്യമാണ്. സഹാബികളുടെ മാതൃക അങ്ങനെയല്ല, അവർ അറിവിനെ കുറിച്ച് അന്വേഷിച്ച് അറിയാൻ താല്പര്യം അവർ കാണിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഒരു എഴുത്ത് എഴുതാൻ പറഞ്ഞു. ഫകതബ ഇലൈഹി അൽ മുഗീറ, അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹുവിലേക്ക് മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു കത്തെഴുതി. എന്താണ് എഴുതിയത്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന വഫിൽ ഉഖ്റാ സമിഅതുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുഗീറത്ത് ഇബ്നു ശുഅബ എഴുതുകയാണ്. യൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. അൻ ഖീല വഖാല, ഖീല വഖാല എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഇടയിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ആളുകൾ പറഞ്ഞു പരത്തുന്ന കാര്യങ്ങൾ അത് അതുപോലെ കേൾക്കുക, അതുപോലെ മറ്റൊരാളോട് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ഇളാഅത്തുൽ മാൽ, സമ്പത്ത് അനാവശ്യമായി പാഴാക്കുക എന്നുള്ളത്. ഒരു ഗുണവുമില്ല, ദുനിയാവിലും പരലോകത്തിനും ഗുണവുമില്ലാത്ത ഏതെങ്കിലും രീതിയിൽ അനാവശ്യമായി പണം ചെലവാക്കുക എന്നുള്ളത്. വകഫറത്തി സുആൽ, അധികരിച്ച ചോദ്യം.
അത് എന്തെങ്കിലും ഒരു കാര്യം അധികരിച്ച് ചോദിക്കുന്നതാവട്ടെ, ആളുകളോട് ഔദാര്യം ചോദിച്ചുകൊണ്ട് ജീവിക്കുന്നതാവട്ടെ, അങ്ങനെയുള്ള അമിതമായ ചോദ്യം. ആളുകൾക്ക് നൽകുന്നത് തടയുക എന്നുള്ളത്. മാതാവിനെ, ഉമ്മമാരെ ഉപദ്രവിക്കുക എന്നുള്ളത്. പെൺമക്കളെ ജീവനോടുകൂടി കൊല്ലുക എന്നുള്ളത്, കുഴിച്ചു മൂടുക എന്നുള്ളത്. ഈ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട് എന്ന് ഈ ഹദീസിലൂടെ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം ഖീല വഖാൽ, യാതൊരു അടിസ്ഥാനവുമില്ലാതെ ആളുകൾ എന്തെല്ലോ പറഞ്ഞു വരുത്തുന്ന, ഇംഗ്ലീഷിൽ ഗോസിപ്പുകൾ എന്ന് പറയുന്ന, അതായത് ഒരു അടിസ്ഥാനം ഉണ്ടാവില്ല. അത് കുടുംബത്തിന്റെ വിഷയത്തിലാവട്ടെ, നാടിന്റെ വിഷയത്തിലാവട്ടെ, എന്തെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയത്തിലാവട്ടെ, ദീനിന്റെ വിഷയത്തിലാവട്ടെ, ഏത് കാര്യത്തിലും യാതൊരു അടിസ്ഥാനവും പ്രമാണവും ഇല്ലാതെ ആളുകൾ പരസ്പരം പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങൾ അത് കേട്ട് പറഞ്ഞു നടക്കുന്ന അവസ്ഥ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം അങ്ങനെയുള്ള ആളുകൾ പറയുക എന്നുള്ളത് അത് കളവിലേക്കും അതുപോലെ തന്നെ മറ്റു പല അപകടങ്ങളിലേക്കും എത്തിക്കുന്ന കാര്യമായിട്ട് മാറും. രണ്ടാമത്തേത് വിരോധിച്ച ഇവാഅത്തുൽ മാൽ, സമ്പത്ത് അനാവശ്യമായി പാഴാക്കുക എന്നുള്ളത്. സമ്പത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രണ്ട് ചോദ്യം സമ്പത്തിനെ പറ്റിയുള്ളത്, ഒരു ചോദ്യമല്ല പരലോകത്ത്, രണ്ട് ചോദ്യം. ഒന്നെന്താ വെച്ചാല് എങ്ങനെ സമ്പാദിച്ചു എന്നുള്ളത്, രണ്ട് എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത്. ഈ രണ്ടിന് ഉത്തരം പറയാതെ പരലോകത്ത് മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഹലാലായ രീതിയിൽ സമ്പാദിക്കുകയും വേണം, അള്ളാഹു അനുവദിച്ച രീതിയിൽ മാത്രം ചെലവഴിക്കുകയും വേണം. സമ്പത്ത് അള്ളാഹിന്റെയാണ്, നമുക്ക് നൽകിയിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങളെ പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ്. അനാവശ്യമായി പണം പാഴാക്കുന്നത്. വക്കസ്റത്ത് സുആൽ, കസ്റത്ത് സുആൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകളോട് ചോദിച്ച് ഔദാര്യം ചോദിച്ച് മാത്രം ജീവിക്കുന്ന അവസ്ഥ. ആളുകളോട് എപ്പോഴും ഓരോ കാര്യങ്ങൾ ചോദിച്ച് ജീവിക്കുന്ന അവസ്ഥ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. ആളുകൾക്ക് നൽകുന്നത് തടയുക എന്നുള്ളത്, നമ്മൾ നൽകാതിരിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവർ നൽകുന്നതിനെ തടയുന്ന അവസ്ഥയും ഉണ്ടാവുക എന്നുള്ളത് പിന്നെ മോശപ്പെട്ട സ്വഭാവമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട്. അടുത്തത് ഉഖൂഖുൽ ഉമ്മഹാത്ത്, ഉമ്മമാരെ ഉപദ്രവിക്കുക എന്നുള്ളത് വൻപാപത്തിൽപ്പെട്ടുള്ള കാര്യമാണ്. ഉമ്മമാരെ ഉപദ്രവിക്കുക എന്നുള്ളത് വൻപാപത്തിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഈ കാലഘട്ടം വളരെയധികം വിഷമം ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞൊരു വാർത്ത കേട്ട്, ഒരു മകൻ ഒരു ഉമ്മാനെ കൊന്നു കളഞ്ഞു എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, അതും മുസ്ലിമീങ്ങളുടെ ഇടയിലാണ് സംഭവിക്കുന്നത്. എത്ര അപകടമാണ്! കാരണം ആ മകൻ, അതിനൊരു കാരണം ഉണ്ട്, അവിടെ ലഹരിക്ക് അടിമപ്പെട്ടിട്ട്. നമ്മൾ ആലോചിച്ച് വെക്കും, ഉമ്മുൽ ഖബായിസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിന്റെ ഒരു ഗൗരവം ആലോചിച്ച് വെക്കും. എല്ലാവിധ തിന്മയുടെയും മ്ലേച്ഛതകളുടെയും ഉമ്മയാണ് എന്നുള്ള പദത്തിൽ, അവിടെ ഉമ്മയാണ് എന്നുള്ള അർത്ഥമല്ല, പക്ഷെ അതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണമാണ് ലഹരി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് ഏത് തരത്തിലാവട്ടെ, മദ്യമാവട്ടെ, അത് വേറെ ഏത് പേരിട്ട് വിളിച്ചാലും ലഹരി ഉണ്ടാക്കുന്നതെല്ലാം വകുപ്പിൽപ്പെട്ടതാണ്. സ്വന്തം ഉമ്മയെ പോലും വധിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഒരാളുടെ ബുദ്ധി മറഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ എത്ര അപകടകരമാണ്. അതുകൊണ്ട് കുട്ടികൾ, ചെറുപ്പക്കാർ, കൗമാരക്കാർ, സ്കൂളിൽ പഠിക്കുന്നവർ, അതുപോലെ തന്നെ പല കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്ന അവരൊക്കെ സൂക്ഷിക്കണം. ചിലപ്പോ ഒരു സിഗരറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയതായി നിസ്സാരമായി കാണുന്ന കാര്യങ്ങളിൽ നിന്നായിരിക്കും തുടങ്ങുന്നുണ്ടാവുക. പക്ഷെ പിന്നീട് അത് എത്തിച്ചേരുന്നത് സ്വന്തം നിയന്ത്രണം നഷ്ടപ്പെടുമാറ് അവൻ പിന്നെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എവിടെ എത്തുമെന്നറിയാത്ത അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യം സൂക്ഷിക്കണം. ഇവിടെ ഉഖൂഖുൽ ഉമ്മഹാത്ത്, ഉമ്മമാരെ അവരെ ഉപദ്രവിക്കുക, വേദനിപ്പിക്കുക, അവർക്ക് ഞെരുക്കമുണ്ടാക്കുക എന്നുള്ളത് വൻപാപത്തിൽപ്പെട്ടതും ഗൗരവമുള്ള തെറ്റുമാണ്. അവസാനത്തിൽ പറഞ്ഞു ബനാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഒന്നുകൂടി വ്യാപിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു പെൺകുട്ടികളെ ജനിച്ചു കഴിഞ്ഞാൽ അവരെ ജീവനോട് തന്നെ കുഴിച്ചു മൂടുന്ന അല്ലെങ്കിൽ അവരെ കൊന്നുകളയുന്ന അവസ്ഥ. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട് എന്ന് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ മുഖ്ലിന്റെ ബാബിൽ ഇത് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അഥവാ ആളുകൾക്ക് നൽകേണ്ടത് ഹക്കുകൾ വീട്ടാതെ സമ്പത്ത് തടഞ്ഞു വെക്കുന്ന, പിടിച്ചു വെക്കുന്ന അവസ്ഥ എന്നുള്ളത് അത് പാപത്തിലും അതുപോലെ തന്നെ ഗൗരവമുള്ള കാര്യമായി വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും പിശുക്കുണ്ടാകാൻ പാടില്ല, അതേ സമയത്ത് എന്തുണ്ടാകാൻ പാടില്ല, ഇസ്രാഫ് ഉണ്ടാകാൻ പാടില്ല. ഒരു നിയന്ത്രണവും ഇല്ലാതെ ചെലവാക്കുന്നത്. ഇപ്പൊ നല്ല മാർഗത്തിലാണെങ്കിലും അവനവന്റെ ആവശ്യത്തിന് വെച്ചിട്ട് സ്വതക്ക കൊടുക്കലാണ് ഏറ്റവും നല്ല സ്വതക്ക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവനവന്റെ ആവശ്യം രണ്ട് തരത്തിലുണ്ടാവും, കൽബ് കൊണ്ടും ശരീരം കൊണ്ടുണ്ടാവും. എന്തായാലും അങ്ങനെ കൊടുക്കുന്ന സ്വതക്കയാണ് അഫ്ളലായിട്ടുള്ളത്. അപ്പോ ഇസ്രാഫ് ഉണ്ടാകാൻ പാടില്ല, എന്നാൽ പിശുക്കും ഉണ്ടാകാൻ പാടില്ല. അതില്ലാതെ വേണം ചെലവഴിക്കാൻ വേണ്ടിയിട്ട്.
ഇൻഷാ അല്ലാഹ് അടുത്ത ബാബ് ബാബുൽ മാലി സ്വാലിഹ് ലിൽ മർഇ സ്വാലിഹ്, സ്വാലിഹായ വ്യക്തിക്കുണ്ടാകുന്ന സമ്പത്ത്, സ്വാലിഹായ സമ്പത്ത് അവന് നല്ലതാണ് എന്നുള്ള ബാബാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസത്തിൽ അതിലെ ഹദീസുകൾ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.